അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അറബി ഭാഷാ പഠന പരമ്പരയിലെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ അറബി ഭാഷയുടെ അടിസ്ഥാന തലത്തിൽ നിന്ന് വളരെ ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങി അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന ഒരു പരമ്പരയ്ക്ക്, ഒരു സീരീസിന് നമ്മൾ തുടക്കമിടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അറബി ഖുർആനിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ മനസ്സിലാക്കാനും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും അതിൻ്റെ ആശയതലങ്ങളിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലാനുമൊക്കെ അറബി ഭാഷ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അറബി ഭാഷയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സീരീസിന്, ഈ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ഒരു സീരീസ് ഏതൊരു തുടക്കക്കാരനും, അഥവാ അറബി ഭാഷയിൽ യാതൊരു അറിവില്ലാത്ത വ്യക്തിക്ക് പോലും പഠിച്ചുയരാൻ പറ്റിയ രീതിയിലാണ് ഈ ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങി അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലായിരിക്കും ക്ലാസ്സുകളൊക്കെ പോകുന്നത്. ഈ ഒരു പരമ്പര നേരത്തെ പറഞ്ഞതുപോലെ അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അതിന് തുടക്കക്കാരനാണെങ്കിലും അതല്ല ഡിഗ്രിയോ PGയോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ആയിരിക്കും ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് ഏതൊരു തുടക്കക്കാരനും മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ അധിക എക്സാമ്പിളുകളും ഉദാഹരണങ്ങളുമൊക്കെ അധികവും ഖുറാനിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഖുറാനുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ അടുപ്പിക്കുകയും ഭാഷ നല്ല രീതിയിൽ മനസ്സിലാക്കാനൊക്കെ സഹായകരമായിരിക്കും. അള്ളാഹു നമ്മുടെ ഈ ഒരു പ്രവൃത്തിയിൽ ബർക്കത്തേകുകയും അറബി ഭാഷ വളരെ എളുപ്പത്തിൽ പഠിക്കാനും ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും ഉള്ള കഴിവ് അള്ളാഹ് നമുക്ക് ഏകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിന് തുടക്കം കുറിക്കാം, ഇൻഷാ അല്ലാഹ്. ഓക്കെ. എന്താണ് ഭാഷ എന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നത് ഒരുപാട് സെൻറ്റൻസുകൾ അഥവാ വാക്യങ്ങൾ ഒരുമിച്ച് വെച്ചതാണെന്ന് നമുക്ക് പറയാം, അല്ലേ? ഒരുപാട് വാക്യങ്ങൾ, സെൻറ്റൻസുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് ഭാഷ ഉണ്ടാകുന്നത്. സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് ഒരുപാട് വാക്കുകൾ കൂടിച്ചേർന്നതാണ്. വാക്കുകൾ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ വെക്കുമ്പോഴാണ് ഒരു സെൻറ്റൻസ് രൂപപ്പെടുന്നത്. വാക്കുകളോ അക്ഷരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അക്ഷരങ്ങളാണ് ഒരു ഭാഷയുടെ അടിസ്ഥാന ഘടകം. അക്ഷരങ്ങൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ സെൻറ്റൻസുകളായി മാറുന്നു, സെൻറ്റൻസുകളാണ് നമുക്കൊരു ഭാഷ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അക്ഷരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. അറിയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് വരണം. നമ്മൾ ഇവിടെ അക്ഷരങ്ങളിൽ നിന്നല്ല തുടങ്ങുന്നത്, നമ്മൾ പദങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അറബി ഭാഷയിലെ പദങ്ങളുടെ പ്രത്യേകതകളും പദങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ. അറബി ഭാഷയിൽ 3 തരത്തിലുള്ള പദങ്ങൾ അഥവാ വേർഡ്സാണുള്ളത്. ഈ തരങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു ചിലർക്ക് കൺസെപ്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ അവിടെ അധ്യാപകരുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, മറ്റു സ്റ്റാഫുകളും ഉണ്ടാവും. ഇവർക്കൊക്കെ ഓരോ പേരുണ്ടാവില്ല. ടീച്ചർമാർക്ക് പേരുകളുണ്ടാവും, സ്റ്റുഡൻറ്റുകൾക്ക് പേരുകളുണ്ടാവും, സ്റ്റാഫുകൾക്കും പേരുകളുണ്ടാവും. അപ്പോൾ നമ്മളൊരു ആളെ കണ്ടാൽ, ഇപ്പോൾ ആമിന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ അത് ആ സ്കൂളിലെ ടീച്ചറാണെന്ന് പറയാം. ഉമർ എന്ന് പറയുന്ന ആളെ കണ്ടാൽ അത് സ്കൂളിലെ സ്റ്റുഡൻ്റാണെന്ന് പറയാം. മറിയം എന്ന് പറയുന്ന ആളെ കണ്ടാൽ സ്കൂളിലെ സ്റ്റാഫാണെന്ന് പറയും. അതായത് ഓരോരുത്തരുടെ ജോലിക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രത്യേകതക്കനുസരിച്ച് നമ്മൾ അവരെ ഒരു ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്, ഇല്ലേ? ആമിനയും അസ്നയും ഫാത്തിമയും ഒക്കെ എന്താണ്? ടീച്ചർമാരാണ്.
ഉമറും ലൈലയും യൂസുഫും ഒക്കെ സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥികളാണ്. മറിയവും ഇബ്രാഹിമും നൂറും ഒക്കെ അവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പോൾ അവരുടെ പ്രത്യേകതകളനുസരിച്ച് ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചു. ഇതേപോലെ ഭാഷയിലും അറബി ഭാഷയിൽ വാക്കുകളെ, ചില പ്രത്യേക ഗുണങ്ങളുള്ള പദങ്ങളെ ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ആ പദങ്ങൾക്ക് ഓരോ പേര് പറയും. ഇപ്പോൾ നേരത്തെ ആമിനെ കണ്ടപ്പം അത് ടീച്ചറാന്ന് പറഞ്ഞതുപോലെ നമ്മൾ അറബി ഭാഷയിൽ ഏതൊരു പദം കണ്ടാലും അത് ഒന്നെങ്കിൽ ഇസ്മോ അല്ലെങ്കിൽ ഫിഅലോ അല്ലെങ്കിൽ അർഫോ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ കൂടുതൽ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഓക്കെ, ആദ്യം നമുക്ക് ഇസ്മ നോക്കാം. എന്താണ് ഇസ്മ? ഇസ്മ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പദങ്ങൾക്ക് നമ്മൾ ഇസ്മ എന്ന് പറയും. അതിലൊന്ന്, ഇസ്മിൻ്റെ ശരിക്കും അർത്ഥം പേര് എന്നുള്ള രീതിയിലാണ്. അതായത് പേര് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഏതൊരു വസ്തുവിൻ്റെയും പേരാണോ അതൊക്കെ ഇസ്മിലേക്കും പെടുക. ഉദാഹരണത്തിന് ഒന്ന് വ്യക്തികളുടെ പേര്. വ്യക്തികളുടെ പേര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലി, ആയിഷ, അബൂബക്കർ, മുഹമ്മദ് എന്നീ ഈ വാക്കുകളുണ്ടല്ലോ, അറബിയിൽ ഈ വാക്കുകൾ പദങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ആ പദങ്ങളൊക്കെ എന്താണെന്നാണ് നമ്മൾ പറയുക? ഇസ്മാണെന്നാണ് പറയുക. ഇസ്മ ആണെന്ന് പറയുന്നത് ഒന്ന് വ്യക്തികളുടെ പേരാണെങ്കിൽ ആ പദങ്ങളൊക്കെ ഇസ്മ കാറ്റഗറിയിൽ പെട്ടതായിരിക്കും. രണ്ട്, സ്ഥലങ്ങളുടെ പേരാവാം. മക്ക, മദീന, ദുബായ്, സ്കൂള്. മക്ക എന്നൊക്കെ ഒരു പദം നിങ്ങൾ എവിടെ അറബിയിലൊരു സെൻറ്റൻസിൽ ആ പദം കണ്ടാൽ അതെന്താണ്? ഇസ്മാണെന്ന് നമുക്ക് പറയാം. അതുപോലെ മറ്റ് വസ്തുക്കളുടെ പേരുകൾ, എല്ലാ വസ്തുക്കൾക്കും പേരുണ്ടാവും. മേശ, കസേര, പേന, കുറിപ്പ്, ഈ വാക്കുകളൊക്കെ എന്തിൽപ്പെട്ടാണ്? ഇസ്മുകളിൽപ്പെട്ട. ആശയങ്ങളുടെ പേര്, അഥവാ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ കഴിയാത്ത, എന്നാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല, ഐഡിയ ഉണ്ടാവില്ല, ആ പദങ്ങളുടെ പേര്. ഇസ്ലാം, സത്യസന്ധത, കരുണ, അസൂയ, ഇതൊക്കെ എന്താണ്? ഒരു കാര്യത്തിൻ്റെ പേരാണ്, ഒരു ആശയത്തിൻ്റെ പേരാണ്. അപ്പോൾ ആ പേരുകൾ ഇസ്മ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പേരുകളും അറബിയിൽ അറിയപ്പെടുന്നത് ഇസ്മ. നാമവിശേഷങ്ങൾ അഥവാ അഡ്ജക്റ്റീവ്, ഇംഗ്ലീഷ് ലെസൺ കൂടിയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ കുതിര, വലിയ ആന, വലിയ മനുഷ്യൻ, നല്ല മനുഷ്യൻ, നല്ല കുട്ടി, അതൊക്കെ എന്താ പറയുക, ഒരു നാമത്തെ, ഒരു പേരിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുകയാണ്. അതിനൊരു വിശേഷണം നൽകുക എന്ന് പറയാം. അതിന് ഉപയോഗിക്കുന്ന പദങ്ങൾ ഇപ്പം വലിയ, നല്ല, ചെറിയ, വേഗം, ഇങ്ങനെ എന്താ പറയുക, ഒരു പദത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ, അതിനും അറബിയിൽ ഇസ്മ എന്നാണ് പറയുക. ഇംഗ്ലീഷിലാകുമ്പോൾ അതിന് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. പക്ഷെ അറബിയിൽ എന്താണ്? അഡ്ജക്റ്റീവും ഇസ്മ തന്നെയാണ് വരിക. പിന്നെ ക്രിയാവിശേഷണം, നേരത്തെ പേരുകളെ അല്ലെങ്കിൽ വസ്തുക്കളെ വിശേഷിപ്പിച്ചതുപോലെ ക്രിയകളെ, ഒരു കർമ്മത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ. ഇപ്പം വേഗത്തിൽ ചാടുക എന്നുള്ളത് ഒരു കർമ്മമല്ല, ഒരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ ആ പ്രവൃത്തിയാണ് എന്താക്കുന്നത്? നമ്മൾ വിശേഷിപ്പിക്കുന്നത് വേഗത്തിൽ ചാടി. ആ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് കൊണ്ടാണ് ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. വേഗത്തിൽ എന്ന് പറയുന്നത് ഒരു നാമമാണ്, അല്ലേ? സന്തോഷത്തോടെ, ശാന്തമായി, അവൻ ശാന്തമായി നടക്കുക എന്നുള്ള ഒരു എന്താണ്? പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയാണ് ഈ ഒരു പദം കൊണ്ട്, ശാന്തമായി എന്ന പദം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഇസ്മ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അതിന് ഇംഗ്ലീഷിൽ അഡ്വർബ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് വരിക. പക്ഷെ അറബിയിൽ വരുമ്പം അതും എന്തിലാണ് വരിക? ഇസ്മിലാണ് വരിക. ആൻഡ് മോർ. ഇനി പല മറ്റ് വാക്കുകളും ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും വ്യക്തമായി പഠിക്കും. ഇപ്പോൾ ഇസ്മ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്തൊരു വസ്തുവിൻ്റെയും ഒരു കർമ്മത്തിൻ്റെയും പേരാണോ അതെന്തിലാണ് വരിക? ഇസ്മിലാണ് വരിക.
ഇനി നമ്മൾ ഫേലും അർഫും പഠിക്കുമ്പോൾ ഏത് ഇസ്മ അല്ലാന്നും കൂടി പഠിക്കും. അപ്പം എന്തായി, അതല്ലാത്തത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഫേൽ എന്താണെന്ന് നോക്കാം. ഫേൽ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്, ഒരു കർമ്മമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. അതിനെന്ത് കൂടി ഉണ്ടാവും, ഒരു ടെൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സമയത്തോട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ പറയാം. ഉദാഹരണത്തിന് ഞാൻ കഴിക്കുന്നു, ഞാൻ കഴിക്കുക എന്നുള്ളത് ഒരു ആക്ഷനാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് പറയുന്നതാണ് എന്ത്, കഴിക്കുക എന്നുള്ളത്. അത് ഞാൻ കഴിച്ചിരുന്നു, ഇന്നലെ കഴിച്ചിരുന്നു, ഇന്നലെ കഴിഞ്ഞു, അത് ഒരു സമയബന്ധിതമാണ്. ഇന്നലെ കഴിഞ്ഞു, ഞാൻ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നാളെ കഴിക്കും, നാളെ കഴിക്കും. അതെന്താണ്, ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ പ്രവൃത്തിക്ക് എന്തുണ്ട്, ഒരു സമയമുണ്ട്, ഒരു സമയത്തിൽ അടിസ്ഥിതമായിരിക്കും ആ ഒരു പ്രവൃത്തി. അങ്ങനെ ഒരു സമയത്തിൽ അടിസ്ഥിതമായിട്ടുള്ള പ്രവൃത്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിയൽ എന്ന് പറയുന്നത്. ഫിയൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് പെടാം. നേരത്തെ നമ്മൾ ഇസ്മ പറഞ്ഞു. ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമയം അതിന് ബാധകമല്ല. അതായത് ഇപ്പോൾ അഹ്മദ് ഒരു പേരാണ്, അതിപ്പോൾ ഇന്നലെയും നാളെയും മറ്റന്നാളും ഒന്നും ഒക്കെ എന്താണ്, അഹ്മദ് തന്നെയാണ്. അതായത് ഒരു സമയത്തിന് ബന്ധിതമായിട്ട് വരുന്നതല്ല ഇസ്മ എന്ന് പറയുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഫേൽ എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. അതൊരു സമയത്ത് നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനത്തതിന് നമ്മൾ എന്ത് പറയും, ഫേൽ എന്ന് പറയും. ഉദാഹരണം നോക്കാം. അഹ്മദ് എഴുതി. അഹ്മദ് എന്നുള്ള ഇസ്മാണ്, നേരത്തെ പഠിച്ചു. എഴുതി, അതായത് അവൻ എഴുതി കഴിഞ്ഞു, ഭൂതകാലത്താണ്, കഴിഞ്ഞു, പാസ്റ്റ് ടെൻസിലാണ്. അഹ്മദ് എഴുതുന്നു. എഴുതുന്നു എന്ന വാക്കാണ് കേട്ടോ ഫീല്. അത് അറബിയിൽ എഴുതുന്നു എന്നുള്ളതിന് വാക്ക് ഏതാണ് ഉപയോഗിക്കുന്നത്, അതാണ് ഫീലിൽ പെടുക. ഓക്കെ, എഴുതുന്നു, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എഴുതും, നാളെ എഴുതാൻ പോവുകയാണ്. ഇത് ഭാവി കാലം എന്ന് പറയാം, എന്താ പറയുക, ഭാവിയിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ എന്താ പറയുക, ഇതിൽ മൂന്നെണ്ണത്തിൽ എന്താണ്, ഈ വാക്കാണ് എന്ത്, ഫേലിൽ വരിക. ഈ വാക്കിന് നമ്മൾ പറയുന്നതാണ് ഫേൽ എന്ന്. അഹ്മദ് എപ്പോഴും എന്താണ്, അങ്ങനെ തന്നെയാണ്. അഹ്മദിന് യാതൊരു മാറ്റവും ഇല്ല. അഹമ്മദ് ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും അഹമ്മദാണ്. അപ്പോൾ അതെന്താണ്, ഇസ്മാണ്. ഒരു കാലത്തിനടിസ്ഥിതമായിട്ട് വരുന്ന പ്രവൃത്തികളെ നമ്മൾ എന്താക്കും, ഫേൽ എന്ന് പറയും. നസറ സഹായിച്ചു, അടിച്ചു, ഇരുന്നു, ഇരിക്കും, ഇരുന്നു കൊണ്ടിരിക്കുകയാണ്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ അടിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുക, സമയബാധിതമായിട്ട് വരുന്ന പാസ്റ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ പ്രസൻറ്റ് ടെൻസിലോ പറയുന്ന കാര്യങ്ങൾ, വാക്കുകൾക്കാണ് നമ്മൾ അറബിയിൽ ഫേൽ എന്ന് പറയും. ഇപ്പോൾ ഇസ്മ പഠിച്ചു, എന്തിൻ്റെയും പേര്, ഫേല് പ്രവൃത്തി ഒരു സമയബാധിതമായിട്ട് നടക്കുന്ന ഒരു സമയം അതിന് ഉണ്ടാവും, ആ പ്രവൃത്തി നടന്നൊരു സമയം ഉണ്ടാവും. ഓക്കെ, ഇനി വരുന്നതാണ് അർഫ്. അർഫ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ, മറ്റു പദങ്ങളുടെ കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥം പറയാൻ പറ്റില്ല. അങ്ങനത്തെ പദങ്ങളാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇല അറബിയിലെ വാക്കാണ്, ഇല എന്നുള്ള അർഫാണ്. ഇലൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അർത്ഥം തരുന്നതെന്ന് വെച്ചാൽ ഒരു ദിശയിലേക്ക് പോവുക എന്നൊക്കെ ഉള്ളതാണ്. ലേക്ക് മലയാളത്തിൽ കൂട്ടിയാണ് നമ്മൾ പറയുക, വാക്കുകളോട് കൂട്ടിയിട്ടാണ് ഈ ഒരു അർഫ് പറയുക മലയാളത്തിലാണെങ്കിൽ. അറബിയിൽ അത് വേറെ തന്നെ എഴുതും, കൂട്ടി എഴുതുന്നുണ്ട്. എന്നാലും എന്താ പറയുക, മലയാളത്തിൽ അതെപ്പോഴും അധിക സമയത്തും കൂടിക്കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രത്യേക അർത്ഥം അന്നേരം നൽകുന്നില്ല. പക്ഷെ അത് എന്താ പറയുക, ഒരു സ്കൂളിലേക്ക്, ഇവിടെ ഒരു ലേക്ക്, സ്കൂളിനോടൊപ്പം ആ നാമത്തിൻ്റെ ഒപ്പരം കൂട്ടി പറഞ്ഞപ്പോൾ എന്തായി, സ്കൂളിലേക്ക് പോയി, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണെന്നുള്ളൊരു അർത്ഥം കിട്ടി. അറബിയിൽ ഇലൽ മദ്രസ, ഇല എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ എന്ത് കിട്ടില്ല, ആ ഒരു അർത്ഥം നമുക്ക് വ്യക്തമായി വരില്ല. അതേ സ്ഥാനത്ത് മദ്രസയുടെ കൂടെ പറയുമ്പോൾ അതിന് ആ അർത്ഥം കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇല എന്നത് ലേക്ക് എന്ന അർത്ഥം നൽകുന്നു. അപ്പോൾ മറ്റൊരു പദത്തിൻ്റെ കൂടെ വന്നാൽ അർത്ഥം തരുന്ന പദങ്ങൾക്കാണ്, അഥവാ ഒറ്റക്ക് വന്നാൽ അർത്ഥം നമുക്ക് വ്യക്തമാകാത്ത പദങ്ങൾക്കാണ് അർഫ് എന്ന് പറയാം. അതും ഓർത്ത് വെക്കാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണോ ഫീല്, എന്താണോ ഇസ്മു നമ്മൾ പഠിച്ചല്ലോ, ഇസ്മും ഫീലും അല്ലാത്തത് അർഫായി എന്നും പറയാം. ഓക്കെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അർഫുകളുടെ കുറച്ച് ഉദാഹരണങ്ങളാണ്, ഇതൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് വാക്കുകളുടെ ഗ്രൂപ്പുകളെ കുറിച്ച്, ഏതൊക്കെ തരത്തിലുള്ള വാക്കുകളാണ് അറബിയിലുള്ളത് എന്നുള്ള
ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പം പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതാ ഇംഗ്ലീഷിൽ നമ്മൾ ഇൻ, ടു, ഫ്രം, ഓൺ, വിത്ത് എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ. അത് ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാവില്ല, കൂടെ വരുമ്പോൾ അർത്ഥം കിട്ടുന്ന പദങ്ങൾ. ഓക്കെ, അതിനാണ് അർഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇസ്മ പഠിച്ചു. എല്ലാ കാര്യത്തിൻ്റെ പേരുകളാണ് ഇസ്മിൽ വരിക. ഫെയിലിലെ എല്ലാ ആക്ഷനുകളും, ഒരു സമയബന്ധിതമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന പേരുകൾ ഫെയിൽ എന്നൊരു. അർഫ് ഒറ്റയ്ക്ക് വന്നാൽ വ്യക്തമായ ഒരു അർത്ഥം ഉണ്ടാവില്ല, ഒരു മറ്റൊരു വാക്കിൻ്റെ കൂടെ വരുമ്പോഴാണ് അതിനൊരു യഥാർത്ഥ അർത്ഥം കിട്ടുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്, മലയാളത്തിലാണ്. നമുക്ക് അറബിയിലെ ഏതൊക്കെ പദങ്ങളാണ് ഇതിലുള്ളതെന്ന് നോക്കാം. സലീം, സലീം എന്നാണ്, സലീം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പേരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇസ്മാണെന്ന് പറയാം. സലീം എന്നുള്ളത് പേരാണ്, ഇസ്മ. ചായ ഒരു വസ്തുവിൻ്റെ പേരാണല്ലോ, അതും എന്താണ്? ഇസ്മാകുന്നു. കുടിച്ചു, അതായത് സലീം എന്താക്കി? ചായ കുടിച്ചു, കുടിച്ച് കഴിഞ്ഞു. അതൊരു സമയത്ത് നടക്കുന്നതാണ്, ഒരു പ്രവൃത്തിയാണ്. കുടിക്കുക എന്നുള്ള പ്രവൃത്തിയാണ്, അത് കഴിയുകയും ചെയ്തു. അപ്പോൾ അതെന്തായി? ഫെയിലായി. ഇതെന്തിൽ വരും? ഫെയിലിൽ വരും. ഓക്കെ, അവൻ ഒരാളെ സൂചിപ്പിക്കുന്നതാണ്, ഒരാൾക്ക് പറയുന്നതാണ്, പ്രൊനൗൺ ആണ്. ഇംഗ്ലീഷിൽ പ്രൊനൗൺ എന്ന് പറയും. അത് എന്താണ്? ഇസ്മ തന്നെയാണ് വരിക. കൂട്ടുകാരോടൊപ്പം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൂട്ടുകാർ എന്നുള്ളത് എന്താണ്? പേരാണ്. കൂട്ടുകാരെന്ന് പറയുന്ന ഒരു സംഘത്തിന് പറയുന്ന പേരാണ്. പക്ഷെ ഒപ്പം എന്നുള്ളത് എന്താണ്? കൂട്ടുകാരോട് ഒപ്പം. ഒപ്പം എന്നുള്ളത് ശരിക്കും ആ വാക്കിനോട് കൂടി വന്നപ്പോഴാണ് അതിനൊരു അർത്ഥം വന്നത്. വിത്ത് ഈസ് ഫ്രണ്ട് എന്ന് പറയാം, ഇംഗ്ലീഷിൽ വിത്ത് എന്ന് പറയും. അതെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച ഹർഫിൽ വരും. മലയാളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കൂടി വരുന്നത്. ഓക്കെ, കളിച്ചു, കളിക്കുക എന്നുള്ളത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്, അതുപോലെ തന്നെ നടന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതെന്ത് വരും? ഫെയിൽ വരും. ഓക്കെ, വളരെ സിമ്പിളാണ് കൺസെപ്റ്റ്. കാര്യങ്ങൾ മനസ്സിലായി തരുന്നതാ. സലീം, ഇസ്മ പേര്, വ്യക്തിയുടെ പേര്, ചായ ഒരു പാനീയത്തിൻ്റെ വസ്തുവിൻ്റെ പേര്, കുടിച്ചു ഒരു എന്താ പറയുക, കഴിഞ്ഞ കാലത്ത് നടന്നതാണ്, ഭൂതകാലത്ത് നടന്നതാണ്, ഒരു പ്രവൃത്തിയാണ്, ഫീലാണ്. അവൻ സർവനാമം അല്ലെങ്കിൽ പ്രൊനൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതെന്താണ്? ഇസ്മാണ്. കൂട്ടുകാരോടൊപ്പം ഇവിടെ രണ്ടുമുണ്ട്, അർഫുണ്ട് ഇസ്മുണ്ട്, കൂടി വരികയാണ്. കൂട്ടുകാരെന്താണ്? പേരാണ്. ഓടൊപ്പം എന്നുള്ളത് അർഫാണ്, വിത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് വിത്ത് ഒറ്റയ്ക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമല്ലല്ലോ, കൂടെ വരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വ്യക്തമാകുക. കളിച്ചു, ഫീല്. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഭാഷേൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ബാക്കി വരുന്ന ഗ്രാമറും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ബേജാറാകണ്ട. ഇത് ഓരോന്നും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഇതതിൻ്റെ തുടക്കം മാത്രമാണ്, അതിൻ്റെ ബേസിക് കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയും ഓരോന്നും ഇസ്മിനെ കുറിച്ചും ഫീലിനെ കുറിച്ചും അർഫിനെ കുറിച്ചൊക്കെ ധാരാളം പഠിക്കാനുണ്ട്. ഈ ഇസ്മും ഫീലും അർഫും ഒക്കെ എന്താണെന്ന് കൂടുതൽ പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അറബി ഭാഷ വായിച്ചാൽ അത് അർത്ഥം മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഇനി ഗ്രാമറിലേക്ക് പോകുമ്പോൾ ഇസ്മ ഒരു പാറ്റേണിലാണ് അതിൻ്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ വരിക. അതിൻ്റേതായ ഗ്രാമറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീലിന് അതിൻ്റേതായ ഗ്രാമറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്, അതിൻ്റേതായ ഘടന ഉണ്ട്, അതിൻ്റേതായ എന്താ പറയുക പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ പഠിക്കാനും ആക്കാനും ഒക്കെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനും ഒക്കെ ഇത് ആവശ്യമാണ്. ഇത് അതിൻ്റെ വളരെ ബേസിക്കാണ്. അപ്പോൾ നിങ്ങൾ ബേജാറാണ്ട. ഇത് ഇപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അറബിയിൽ ഏതൊരു പദം എടുത്താലും അത് ഈ മൂന്നിൽ ഏതിലെങ്കിലും ഒന്നിലാണ് വരിക. ഏതെങ്കിലും ഒന്നിലായിരിക്കും അത് പെടുക, ഏതൊരു പദം എടുത്താലും. അപ്പോൾ അത് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെ പഠിച്ച് ഉയരും. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.